ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആദ്യത്തെ പ്രതികരണം? ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്? ഇതല്ലേ നാം ആദ്യം ചോദിക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഗബ്രിയേൽ മാലാഖ വന്നു നിന്ന് അഭിവാദനം ചെയ്തപ്പോൾ, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉള്ളിലും ഉണ്ടായ ചോദ്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവൾ അസ്വസ്ഥയായി എന്ന് ദൈവവചനം പറഞ്ഞു വെക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് ഗുഡ് ന്യൂസ് തന്നെയായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ യഹൂദ യുവതികൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്ന ഒരു കാര്യമാണ് ലോകരക്ഷിതാവിന്റെ അമ്മയാവുക എന്നത്. ഗബ്രിയേൽ മാലാഖ ഇങ്ങനെയൊരു സന്ദേശം പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്നേ വരെ ലോകത്ത് കേട്ടിട്ടില്ലാത്ത, ഇന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അമ്മയുടെ ഉള്ളിൽ നിന്ന് ചോദ്യം വരാൻ കാരണം ആ ഒരു സംഭവത്തിന് യെസ് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന കുരിശുകളുടെ നീണ്ട യാത്ര അമ്മയുടെ ഉള്ളിലൂടെ ഒരു നിമിഷം കടന്നു പോയതുകൊണ്ടാകാം. അങ്ങനെ മാലാഖ അതിന് ഉത്തരം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കേൾക്കാൻ എളുപ്പമാണ്, ഗ്രഹിക്കാൻ എളുപ്പമെന്ന് നമുക്ക് തോന്നിയാലും ഇതിൻ്റെ ഗ്രാഹ്യം ഒട്ടുമില്ലാതെ തന്നെ അമ്മ പൂർണ്ണമായും, കാരണം ഇതിൽ നിന്ന് വരാവുന്ന എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും യാതൊരു അറിവുമില്ലാതെ തികഞ്ഞ അന്ധകാരത്തിൽ നിന്നുകൊണ്ടാണ് അമ്മ ദൈവത്തോട് പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ആ ഒരൊറ്റ വചനത്താൽ തന്നെ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത നമുക്കും ഈ ലോകം മുഴുവനും മംഗളവാർത്തയായി മാറി. മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിനം. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തെ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതിന്റെ ഓർമ്മയായിട്ടാണ് തിരുസഭ ഈ തിരുനാൾ കൊണ്ടാടുന്നത്. ക്രിസ്തുമസിന് കൃത്യം 9 മാസം മുൻപാണ് ഈ ദിവസം നാം ആചരിക്കുക. 3 നോമ്പായും അതുപോലെ തന്നെ ഈ ദിവസത്തിന്റെ 12 മണിക്ക്, രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളും ഇന്ന് കത്തോലിക്കരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ഈ മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ അമ്മ നമ്മോട് പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന കുരിശുകൾ, ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾക്ക് ലഭിക്കുന്ന വേദനകൾ, സഹനങ്ങൾ, നിങ്ങൾ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പൂർണ്ണമായി അടിയറവ് പറയുക. അപ്പോൾ നിനക്ക് ലഭിക്കുന്ന ഓരോ കുരിശുകളും, ഓരോ മംഗളവാർത്തയും നിന്റെ കൂടെയുള്ളവർക്കും ഈ ലോകത്തിന് മുഴുവന് തന്നെയും മംഗളവാർത്തയായി തീരും. മംഗളവാർത്ത തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു.